ഇപ്പോൾ കാണുന്നത് എരുമേലിയിലെ വാവൂര് പള്ളിയുടെ ദൃശ്യമാണ്. വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ ഒരുക്കുന്ന മനോഹരമായ ശബരിമല നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം. ശബരിമല നേർക്കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേ ഗ്രാമപഞ്ചായത്തിലെ മണേറ കോളനിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരും ആ നാട്ടുകാരും. അപ്പോൾ അതിൻ്റെ ദൃശ്യത്തിലേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പമ്പ മുതലുള്ള ദൃശ്യങ്ങളും സന്നിധാനം വരെയുള്ള ദൃശ്യങ്ങളും അങ്ങനെ മനോഹരമായ രീതിയിലുള്ള കാനനപാതയൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതിപ്പോൾ മാലയിട്ട് വ്രതമെടുത്ത് ശബരിമലയിലേക്ക് കാനനപാതയിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ രൂപങ്ങളാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ശബരിമല സന്നിധാനം വരെയുള്ള ഭാഗങ്ങൾ ഇത്തരത്തിൽ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് വർഷങ്ങളായി തുടരുന്ന ഒരു പരിപാടി തന്നെയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരും നാട്ടുകാരും ആബാലവൃദ്ധം ജനങ്ങളും ഈ മണേറ കോളനി പ്രദേശത്തെ ആളുകൾ വളരെയധികം ദിവസങ്ങളോളം പണിപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം നാട്ടുകാർക്കും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ രീതിയിലുള്ള ആർട്ട് വർക്കുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ കാണുന്നത് എരുമേലിയിലെ വാവൂര് പള്ളിയുടെ ദൃശ്യമാണ്. അത് മനോഹരമായ രീതിയിൽ തന്നെ അവർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ദൃശ്യത്തിലേക്ക് പ്രിയപ്പെട്ട വാർത്ത 24 പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. വളരെയധികം പണിപ്പെട്ട് ദിവസങ്ങളോളം വർക്ക് ചെയ്താണ് ഇവിടുത്തെ ചെറുപ്പക്കാർ. അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി കാലങ്ങളിൽ ആണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ നമ്മളോട് പങ്കുവെച്ചത്. എന്തായാലും അങ്ങനെ എരുമേലിയിലെയും കാനനപാതയിലെയും പമ്പയിലെയും സന്നിധാനം വരെയുള്ള ദൃശ്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ എരുമേലി വാവൂര് പള്ളിയുടെ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. കാനനപാതയുമായി ബന്ധപ്പെട്ട റോഡുകളിലെ ദൃശ്യങ്ങളും മലകളിലെ ദൃശ്യങ്ങളും അവരുടേതായ രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഒരു ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. നേരെ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും പമ്പയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളും അതോടെ ഈ ഇരുമുടിക്കെട്ടുമായി പോകുന്ന അയ്യപ്പ ഭക്തന്മാർ, കാനനപാതയിലൂടെ കടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാർ പമ്പയിലേക്ക് വരുന്നതും പമ്പയിലെ KSRTC അത് ബസ് സ്റ്റാൻഡും അതുമായി ബന്ധപ്പെട്ട ബസ്സുകൾ അല്ലെങ്കിൽ കാനനപാതയിലൂടെ ഇല്ലെങ്കിൽ റോഡിലൂടെ അയ്യപ്പന്മാർ നടന്നു പോകുന്നതും വാഹനത്തിൽ പോകുന്നതുമായ ദൃശ്യങ്ങളാണ് ഇവർ അവരുടേതായ മാതൃകയിൽ അതിൻ്റെ മോഡലുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിരവധിയായ വാഹനങ്ങളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ നിലയ്ക്കൽ ശിവക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലയ്ക്കലേക്ക് വണ്ടികൾ ഒതുക്കിയതിന് ശേഷം പോകുന്ന കാഴ്ച നമുക്ക് ശബരിമലയിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നിലയ്ക്കൽ ശിവക്ഷേത്രത്തിൻ്റെ ദൃശ്യം, അതിനുശേഷം KSRTC ബസ്സും കാനനപാതയിലൂടെ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. അയ്യപ്പ ഭക്തന്മാരെ ഒരു ദൃശ്യമാണ് ചെറുതായിട്ട് കാണുന്നത്. ഇപ്പോൾ പമ്പയിലേക്ക് കടക്കാൻ പോകുന്ന രംഗമാണ്. അപ്പം പമ്പയിലെ KSRTC ബസ്സുകൾ നിലയ്ക്കൽ നിന്ന് നേരെ നമ്മൾ പമ്പ KSRTC ബസ് സ്റ്റാൻഡാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ അയ്യപ്പന്മാരും നിരവധിയായ KSRTCയിലെ വിവിധ മോഡലുകളിലെ ബസ്സുകളും അവർ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യമാണ്. പമ്പയാറിൻ്റെയും തീരത്ത് കൂടിയുള്ള ബസ്സുകളിലെ പ്രൈവറ്റ് ബസ്സുകളും മറ്റ് വെഹിക്കിളും ഒക്കെ പാർക്ക് ചെയ്തേക്കുന്ന ഒരു കാഴ്ച. ഈ ദൃശ്യം കാണാനായി ഒരുക്കിയതിന് ശേഷം ഇന്ന് 14 എന്ന് പറയുമ്പോൾ മകരവിളക്കാണ്, മകരം 1 അപ്പോൾ ഇത് കാണാൻ നിരവധി ആളുകൾ വരുന്നുണ്ട്. പിന്നെ നേരെ പമ്പയിൽ നിന്ന് ഗണപതി കോവിലിലേക്കാണ് പമ്പ നമ്മുടെ ശബരിമലയിലെ കാനനപാതയിലേക്ക് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക. പമ്പയിൽ ഗണപതിയും ഹനുമാനും അടക്കമുള്ള നിരവധിയായ ദേവന്മാരെ ഒരുക്കിയിരിക്കുന്ന പമ്പയിലെ മനോഹരമായ ദൃശ്യങ്ങൾ ഈ ആളുകൾ, ഇവിടുത്തെ ചെറുപ്പക്കാരും ഇവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളും വളരെയധികം പണിപ്പെട്ട് അതിൻ്റെ മോഡലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ മല ചവിട്ടി മുന്നോട്ട് പോകുന്ന കാനനപാതയാണ്. അപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ആയി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ അവർ ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ പമ്പയിൽ നിന്ന് പന്തളത്തു നിന്നാണ് അയ്യപ്പന് ചാർത്താനായി മകരവിളക്കിന് മുമ്പ് അയ്യപ്പന് ചാർത്താനായ തിരുവാഭരണം കൊണ്ടുപോകുന്നത്. അതിൻ്റെ കാഴ്ച ഇപ്പം കാനനപാതയുടെ ദൃശ്യങ്ങളാണ്. അങ്ങനെ പമ്പയിൽ നിന്നും കടന്നു വന്ന് കരിമലയും നീലിമലയൊക്കെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ, പമ്പ, അതുപോലെ കാനനപാതകൾ, മലകൾ, നീലിമല, കരിമല, അങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും.
പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ദൃശ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വാവര് പള്ളിയുടെ ദൃശ്യം. അപ്പാച്ചിമേട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പാച്ചിമാരുടെ ഒരു രൂപം അവർ തയ്യാറാക്കിയിരിക്കുന്നു. പുലികളുടെയും മറ്റ് ആനകളുടെയും വന്യമൃഗങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ ഇവരുടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയ്യപ്പന്മാർ കടന്നു പോകുന്ന ഇരുമുടി ഏന്തി കടന്നു പോകുന്ന അയ്യപ്പന്മാരുടെ ചെറിയ ചെറിയ രൂപങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കാനനപാത വളരെ മനോഹരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പാച്ചിമേടും നീലിമലയും കരിമലയൊക്കെ കടന്ന് നമ്മളിപ്പോൾ ശരംകുത്തി എത്തിയിരിക്കുകയാണ്. ശരംകുത്തിയുടെ ഏകദേശമായ ദൃശ്യങ്ങളാണ് അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശബരിമല സന്നിധിയിലേക്ക് കടക്കുകയാണ്. ശരംകുത്തി കഴിഞ്ഞ് ശബരിമല സന്നിധാനത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ അവിടെ മനോഹരമായ രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല സന്നിധാനവും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളുമൊക്കെ ഭംഗിയായ രീതിയിൽ തന്നെയാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. എന്തായാലും വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ ഒരുക്കുന്ന മനോഹരമായ ശബരിമല നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല സന്നിധാനത്തിലെ സ്വർണ്ണക്കൊടിമരവും അയ്യപ്പൻ്റെ സന്നിധിയുമാണ്. അതിൻ്റെ മനോഹരമായ ദൃശ്യം ആഴിയും അടക്കം എല്ലാം തന്നെ അവരെ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തിന് തൊട്ട് താഴെയായ 18-ാം പടിക്ക് താഴെയാകുന്ന ആഴിയും അതിനുശേഷം 18-ാം പടിയും 18-ാം പടിക്ക് ശേഷം സന്നിധാനമൊക്കെ അവർ വളരെ മനോഹരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല മനോഹരമായ രീതിയിൽ ശബരിമലയെ അനുസ്മരിപ്പിക്കുന്നില്ല, ശബരിമലയുടെ നേർക്കാഴ്ച തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ശബരിമല സന്നിധാനവും അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളും സ്വർണ്ണക്കൊടിമരവും ആഴിയും ഒക്കെ ഇവിടെ മനോഹരമായി തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അപാലവൃദ്ധം ജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതപ്പം അതിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ നേർക്കാഴ്ച കൂടി തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ശബരിമല സന്നിധാനത്തിൻ്റെ തൊട്ട് അടുത്ത് കാണുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു ഫീല് നമുക്കുണ്ടാകുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമായി തന്നെ ആണ് അവരെ സന്നിധാനവും കൊടിമരവും ആഴിയും അയ്യപ്പൻ്റെ കോവിലുമൊക്കെ അണിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേക്കര മണയര കോളനിയിലെ ആപാലവൃത്തം ജനങ്ങളോട് കൂടി അവരുടെ പണികളെല്ലാം കഴിഞ്ഞ് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ബാക്കി സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ശബരിമല സന്നിധാനവും അതുപോലെ തന്നെ പമ്പയാറും KSRTC ബസ് സ്റ്റാൻഡും എരുമേലിയും നിലക്കലും അടക്കം ശബരിമല കാനന പാതകളെല്ലാം മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണാം. അപ്പോൾ ആ ദൃശ്യങ്ങൾ അത്രത്തോളം മനോഹരമായിരിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ കൂടി ഒരു നേർക്കാഴ്ച തന്നെയാണ്.